നമ്മളെ ഒരു പക്ഷേ വലിയ മാന്ത്രികതയിലേക്കല്ലേ, സംഗീതത്തിൻ്റെ മാന്ത്രികതയിലേക്ക് കൊണ്ടുപോയ വിരലുകളുടെ ഉടമ സക്കീർ ഹുസൈൻ അന്തരിച്ചു എന്ന വാർത്തയാണ്. പ്രശസ്ത തബല വിദ്വാൻ, 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് US സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ പ്രതിഭയാണ് വിടവാങ്ങിയത്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു, അദ്ദേഹം US ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? വീണ, രോഹിണി, സത്യമാവരുതയെന്ന് ഇന്നലെ മുതൽ ആഗ്രഹിച്ച വാർത്തയാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത ചില സാമൂഹിക മാധ്യമങ്ങൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ PTI എന്ന വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വീണ പറഞ്ഞതുപോലെ തന്നെ ഈ മാന്ത്രികം എന്നുള്ള വാക്കിന്റെ എല്ലാ അർത്ഥതലങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്ന തബലിസ്റ്റ് ആയിരുന്നു ജാക്കിർ ഹുസൈൻ. നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ നാദവിസ്മയം കാതുകൾക്ക് മാത്രമല്ല കണ്ണുകൾക്കും ഒരു വലിയ ഒരു സദ്യ തന്നെയായിരുന്നു. കാര്യം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മുടി ഇഴകൾ നെറ്റിയിലൂടെ ഇങ്ങനെ കണ്ണുകൾക്ക് മുകളിലേക്ക് വീണ് അദ്ദേഹത്തിന്റെ വിരലുകൾ മാന്ത്രിക സ്പർശം തീർക്കുമ്പോൾ, അതിനൊപ്പം താളത്തിനൊപ്പിച്ച തലയാട്ടുമ്പോൾ ഈ മുടിയിഴകളുടെ ആട്ടം കണ്ടും കൂടി ആസ്വദിച്ചിരുന്ന ഒരു വലിയ അനുഭവമാണ് ഇന്നിപ്പോൾ നിലച്ചു, അതല്ലെങ്കിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. നമുക്കറിയാം, സംഗീതം സ്നേഹിക്കുന്നവർ, സംഗീതം ആരാധിക്കുന്നവർക്കറിയാം, വളരെ പ്രശസ്ത തബലിസ്റ്റ് ആയിരുന്ന അല്ലാ രാഖയുടെ പുത്രനാണ്. ഒരുപക്ഷെ എക്കാലത്തെയും മികച്ച തബല വിദ്വാൻമാരിൽ ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒട്ടനവധി അവാർഡുകൾ, ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നുവെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ്. അദ്ദേഹം കമേഴ്ഷ്യലായി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടപരമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ വാ താജ് തുടങ്ങിയ ചില പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു ഈ സംഗീതം, അതുപോലെ തന്നെ ഇത്രയും ദിവ്യമായ സംഗീതം പെർഫോം ചെയ്യേണ്ടത് ഇവന്റുകൾ, അതല്ലെങ്കിൽ പാർട്ടികൾ, വിവാഹ ചടങ്ങുകൾ, അതല്ലെങ്കിൽ സദ്യ തുടങ്ങിയ ഇടങ്ങളിൽ ചെയ്യേണ്ടതല്ല സംഗീതം എന്നുള്ളത്. സംഗീതം ആസ്വദിക്കാനായി മാത്രം വരുന്നവരുടെ മുന്നിലിരുന്ന് പെർഫോം ചെയ്യേണ്ടതാണെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം ഉറച്ച നിലപാട് എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ മലയാള ബന്ധം അറിയാം എന്ന് കരുതുന്നു. വാനപ്രസ്ഥത്തിന്റെ സംഗീത ഉപദേശകനായി കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. ആ ചിത്രമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഗ്രാൻഡ് ജൂറി പ്രൈസിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ചിത്രം സംഗീതത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ ചിത്രം ഒട്ടനവധി രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലുകളിൽ പോയിരുന്നു. ഇദ്ദേഹത്തെ വളരെ മുന്നേ, ഇപ്പോഴത്തെ തലമുറ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹുസൈൻ ലോകപ്രശസ്തനായിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ പുതിയ അറിവായിരിക്കാം. 1973 സാക്ഷാൽ ജോർജ് ഹാരിസന്റെ ലിവിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് എന്നുള്ള ആൽബത്തില്, ജോൺ ഹാൻഡിയുടെ ആൽബം ഹാർഡ് വർക്കില് തുടങ്ങി ലോകോത്തരമായ പ്രശസ്തി അന്ന് രാജ്യാന്തര വേദികളിൽ, രാജ്യാന്തര സംഗീത ബാൻഡുകൾക്കൊപ്പം തുടക്കം മുതൽ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ജുഗൽബന്ദിയുടെ ഒരു ഉസ്താദ് കൂടിയായിരുന്നു. വിക്കു വിനായക് രാമുമായി ശക്തി എന്നുള്ള ഒരു ജുഗൽബന്ദി പെർഫോമൻസ്, അതുപോലെ ഒട്ടനവധി തബലയും മൃദംഗവും, തബലയും ഘടവും, തബലയും വയലിനും, ഇങ്ങനെ ജുഗൽബന്ദി, അതായത് സംഗീതം അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടി പെർഫോം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിലാകെ മുഴുകി, അതിൽ ആകെ ആണ്ട് ഉള്ളൊരു പെർഫോമൻസ് കണ്ടിരുന്നു. എന്തായാലും ഭാരതീയ സംഗീത ലോകത്തിന് മാത്രമല്ല, ലോക സംഗീതത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തോടെ സംഭവിച്ചിരിക്കുന്നത്. പത്മ അവാർഡ് നേടിയ കാര്യങ്ങളൊക്കെ വീണ നേരത്തെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ രാജ്യാന്തര ജാസ് ഡേ 2016 ഏറ്റവും അടുത്ത കാലത്തായിട്ട് വൈറ്റ് ഹൗസിൽ, അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഒബാമ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ മുന്നിലുണ്ടായിരുന്നു ജാക്കിർ ഹുസൈൻ. എന്തായാലും ഒരു നഷ്ടം, അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ അപ്പുറത്താണ് ജാക്കിർ ഹുസൈന്റെ വിടവാങ്ങൽ ഭാരതത്തിന്, ഭാരത സംഗീത ലോകത്തിന്, ഭാരതീയ സാംസ്കാരിക ലോകത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. വീണ. പ്രദീപ്
കനത്ത നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വേദിയിൽ കാണികളെ ആ ദ്രുതതാളത്തിനൊപ്പം തന്നെ കൊണ്ടുപോകുന്നതിന് എപ്പോഴും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആ രീതിയിലാണ് തബല വാദനം നടത്തിയിരുന്നത്. പലപ്പോഴും അതിൻ്റെ ആസ്വാദനം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ കാണികളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അവസാനം പലപ്പോഴും താളത്തിൻ്റെ ചടുലത അദ്ദേഹത്തിൻ്റെ മുഖത്തും ആ നീണ്ട മുടിയിഴകളിലൂടെയും ഒക്കെ അത് പ്രകടമാക്കുമായിരുന്നു. തീർച്ചയായിട്ടും. കാര്യം ജാക്കിർ ഹുസൈൻ പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടാൽ മാത്രമല്ല, തീർച്ചയായിട്ടും ആ ചടുലതാളം, ദ്രുതതാളം, ഈ വിരലുകൾ എങ്ങനെ പറന്നു നീങ്ങുന്നത് തബലയ്ക്ക് മുകളിലൂടെ മാന്ത്രിക സ്പർശം പോലെ അത് കേൾക്കുന്നതിനൊപ്പം തന്നെ രോഹിണി പറഞ്ഞതുപോലെ കാണാനും അതൊരു അഴകായിരുന്നു, ഒരു അനുഭവമായിരുന്നു, ഒരു അനുഭൂതിയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ജീവിക്കുകയായിരുന്നു തബലയിലൂടെ. എല്ലാ അർത്ഥത്തിലും സംഗീതത്തിനായി അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. പറഞ്ഞല്ലോ, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ വിവാഹ സദസ്സിൽ അതല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇവന്റുകളിൽ പോയിരുന്ന് ചെയ്യാനുള്ളതല്ല, അവിടെ വന്നിരുന്ന് താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാത്തവർക്കിടയിൽ ഇരുന്ന് പെർഫോം ചെയ്യാനുള്ളതല്ല. അതും അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു സദ്യ വിരുന്ന് നടക്കുമ്പോൾ അതിന്റെ സൈഡ് ലൈൻസിൽ ഇരുന്നിട്ട് പെർഫോം ചെയ്യേണ്ടതല്ല സംഗീതം എന്ന് ഉറച്ചു വിശ്വസിച്ച ആ നിലപാട് തുടർന്നിരുന്ന മാന്ത്രികൻ. എല്ലാർത്ഥത്തിലും മാന്ത്രികം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പലയിടത്തും സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുമെങ്കിലും മാന്ത്രികം എന്നല്ലാതെ മറ്റൊരു വാക്ക് ഓർമ്മയിൽ പോലും വരുന്നില്ല. വിരലുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് ഒരുപക്ഷെ അത് കണ്ട് അനുകരിച്ച് അത് കണ്ട് ഈ ലോകത്തേക്ക് വന്നവർ എത്ര ആയിരങ്ങൾ ഉണ്ടാവാം. കാര്യം അത്രമേൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നു ആ കാഴ്ചയും ആ നാദവും ആ താളവും. രോഹിണി, അതെ, തീർച്ചയായും. നമുക്കറിയാം പ്രദീപ്, ഈ തബല വിദ്വാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ അത്തരം വേദികളിൽ പെർഫോമൻസിനൊപ്പം തന്നെ ചില സിനിമകളിൽ അഭിനയിക്കുക, പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുക. പക്ഷെ ആ പരസ്യ ചിത്രങ്ങളിലൊക്കെയാണ് കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഓർമ്മ ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഒരു പക്ഷേ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ പോലും തബല എന്ന ഒരു വാദ്യോപകരണത്തിലേക്കുള്ള ശ്രദ്ധ അവർക്ക് പോകുന്നത് സക്കീർ ഹുസൈനിലൂടെയൊക്കെ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാ മേഖലകളിലും അദ്ദേഹം അത്തരത്തിലൊരു പെർഫോമർ എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് മാറി, ഒരു കംപ്ലീറ്റ് പെർഫോമർ എന്ന രീതിയിലേക്ക് പറയാവുന്ന രീതിയിലേക്ക് തന്നെ പല മേഖലകളിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രദീപ്. ഇത് തന്നെ വീണ പറഞ്ഞതിൽ എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന വാഹ് താജ് എന്നുള്ള താജ് തേയിലയുടെ പരസ്യമാണ്. ഇതിങ്ങനെ നേരത്തെ രോഹിണിയും പറഞ്ഞതുപോലെ മുടിയിഴകൾ ഇങ്ങനെ പാറിക്കളിക്കുന്നതിനിടയിൽ തബലയിൽ ഇങ്ങനെ മാന്ത്രിക സ്പർശം തീർത്തിട്ട് കൊട്ടി നിർത്തി മുകളിലേക്ക് നോക്കിയിട്ട് പറയുന്ന വാക് താജ്. അതിന് പിന്നെ വാക്കുകൾ വേണ്ട. ഒരുപക്ഷെ പരസ്യം രണ്ട് വാക്കുകളും ജാക്കിർ ഹുസൈനും കാരണം എത്ര മനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പെർഫോമർ എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും പെർഫോമർ. അപ്പോഴും പറയണം, വേദി അറിഞ്ഞ് പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ സംഗീതത്തെ ആദരിക്കുന്ന, സംഗീതം ആസ്വദിക്കുന്നവർക്കിടയിൽ മാത്രം താൻ പെർഫോം ചെയ്യുള്ളൂ എന്നുള്ള കൃത്യമായ നിലപാട് എടുത്തിരുന്ന ആൾ കൂടിയാണ്. എത്ര അവാർഡുകൾ, എത്ര അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഭാരതം മാത്രമല്ല, ലോകമെമ്പാടും നിന്നും ദേശീയ രാജ്യാന്തര അദ്ദേഹത്തിന്റെ സംഭാവനകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി സിനിമകൾ, അതുപോലെ ഡോക്യുമെന്ററികൾ. ജാക്കിർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ 98 ഇറങ്ങിയ ഡോക്യുമെന്ററി ഉണ്ട്. സ്പീക്കിംഗ് ഹാൻഡ്, ജാക്കിർ ഹുസൈൻ ആൻഡ് ആർട്ട് ഓഫ് ദ ഇന്ത്യൻ ഡ്രം. ഇങ്ങനെ എത്ര. അതുപോലെ മെർച്ചന്റ് ഐവറിയുടെ ഹീറ്റ് ആൻഡ് ഡസ്റ്റിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. അതുപോലെ അതിന്റെ അസോസിയേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു 83 മെർച്ചന്റ് ഐവറിയുടെ സിനിമയിൽ. അതുപോലെ ബിൽ ലാസ്വെല്ലിന്റെ സംഗീത സൂപ്പർ ഗ്രൂപ്പ് തബല ബീറ്റ് സയൻസ് എന്ന് പറയുന്നതിൽ അംഗമായിരുന്നു. അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭാവനകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പെർഫോമൻസ്, ലോക വേദികളിൽ എത്രയോ ആൽബങ്ങൾ, എത്രയോ രാജ്യാന്തര കൊളാബറേഷൻസ്, എത്രയോ ജുഗൽ ബന്ദികൾ. അങ്ങനെ കേവലം വാക്കുകളിൽ, വാചകങ്ങളിൽ ഒതുക്കാവുന്നതല്ല ജാക്കിർ ഹുസൈന്റെ സംഭാവനകൾ. ജാക്കിർ ഹുസൈൻ എന്ന പ്രതിഭയുടെ ഒരു ഈ സംഗീത ലോകത്തിന്, അല്ലെങ്കിൽ ആ പ്രതിഭ ഭാരതത്തിന്, സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾ. വീണ, പ്രദീപ്,
നമുക്ക് ഈ തബലയുടെ പ്രാധാന്യം ഒരുപക്ഷെ ഇത്തരത്തിൽ അന്തർദേശീയ തലത്തിലേക്ക് കാണികളെയൊക്കെ പിടിച്ചിരുത്തുന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിൽ സാക്കിർ ഹുസൈൻ ഒരു വലിയ പങ്കുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? കാരണം അത്രമാത്രം മാസ്മരികമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സംഗീത നിശകളൊക്കെ തന്നെ. അതിലൊക്കെ ഇത്തരത്തിൽ രാജ്യാന്തരത്തിലേക്ക് ആ ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നതിലേക്കും അതോടൊപ്പം തബല മാത്രമല്ല, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട തബലയുടെ പൂർവികരായ ധോൽ, ധോലക്ക് അതുമായിട്ടൊക്കെ ഇത്തരം സംഗീത നിശകൾ സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇതിനെ വലിയ പ്രചാരത്തിലേക്ക് എത്തിക്കാൻ, അതും അന്തർദേശീയ തലത്തിൽ ഒരു പ്രചാരത്തിലേക്ക് എത്തിക്കാൻ, കാണികളെ ഇങ്ങനെ അതിൻ്റെ മാസ്മരികതയിൽ പിടിച്ചിരുത്താനൊക്കെ സാധിച്ച ഒരു അതുല്യ കലാകാരനായി കൂടി വിലയിരുത്താൻ പാടില്ലേ? ഈ തബല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഭാരതീയ കലാരംഗത്ത് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്റെ മനസ്സിലോടിയെത്തുന്നത് കഥക് പെർഫോമൻസിൽ ആണ്. കഥക് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് തബലയ്ക്കൊത്തുള്ള. അതുപോലെ തന്നെ കഥക് ഡാൻസറായ ആന്റോണിയ മെനിക്കോളയാണ് സാക്കിർ ഹുസൈൻ വിവാഹം കഴിച്ചത് എന്നുള്ളതൊരു കൗതുകകരമായ ഒരു സംഗതിയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തബലയ്ക്കൊപ്പം ജീവിച്ചത് കൊണ്ട് ആവാം. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ വിഭാഗങ്ങളിൽ അതല്ലെങ്കിൽ മേഖലകൾ എന്ന് പറഞ്ഞൊന്നും ഒതുക്കാവുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലോകമെമ്പാടും തബലയെ കാത്തു നിന്നുവെങ്കിൽ രാജ്യാന്തര തലത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും അംഗീകരിക്കപ്പെടാതെ പോയതാണ്. ഒരുപക്ഷെ രാജ്യാന്തര തലത്തിൽ ഒരാൾക്ക് ഈ താളവും നാദവും ഒക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെ വളരെ ദുർഘടം എന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ തബലയെ രാജ്യാന്തര വേദികളിൽ, പാശ്ചാത്യ ആൽബങ്ങളിൽ, പാശ്ചാത്യ സംഗീത ട്രൂപ്പുകളുടെ പെർഫോമൻസിലൊക്കെ എത്തിച്ചുവെങ്കിൽ അത് തന്നെയാവണം രാജ്യാന്തര തലത്തിൽ സാക്കിർ ഹുസൈന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, രാജ്യാന്തര സംഗീത പ്രതിഭകൾ ഈ മാന്ത്രിക സ്പർശം തിരിച്ചറിഞ്ഞു എന്നുള്ളത് തബല പാശ്ചാത്യ സംഗീത ഉപകരണങ്ങൾക്കൊപ്പം പോകുമെന്ന്, പാശ്ചാത്യ ബാൻഡുകളിൽ ഒരു പ്രധാന സംഗീത ഉപകരണമായി തബല മാറുമെന്ന് അവർ അംഗീകരിച്ചു, വിശ്വസിച്ചു. സാക്കിർ ഹുസൈനെ ഒപ്പം കൂട്ടി എത്രയെത്ര പേർക്കായിരിക്കും അദ്ദേഹം ഒരു കരിയർ തുറന്നു കൊടുത്തിട്ടുണ്ടാവുക? എത്രയെത്ര പേരെയായിരിക്കും കേവലം നാട്ടിലോ ജന്മനാട്ടിലോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന എത്രയോ പേർക്കായിരിക്കാം അദ്ദേഹം രാജ്യാന്തര തലത്തിലേക്ക്, ദേശീയ തലത്തിലേക്കൊക്കെ വഴി കാട്ടി കൊടുത്തിട്ടുണ്ടാവുക. 7 ഗ്രാമി അവാർഡ് നോമിനേഷൻസ് ലഭിച്ചു എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ രോഹിണി പറഞ്ഞതിന്റെ ഒരു പക്ഷേ ഒരു രേഖ എന്ന് പറയുന്നത്. 7 തവണ ഗ്രാമി നോമിനേഷൻ ലഭിക്കുന്നു, അതിൽ 4 തവണ അത് നേടുന്നു. ഏറ്റവും ഒടുവിൽ ഫെബ്രുവരിയിലാണ് ഏറ്റവും ഒടുവിൽ 3 ഗ്രാമി അതായത് ഈ തൊട്ട് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് വരെ അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ തബലിസ്റ്റ്, ഭാരതീയ സംഗീതജ്ഞൻ, ഭാരതീയ സംഗീത വിദ്വാൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ അർത്ഥത്തിലും തബലയെയും ഭാരതീയ സംഗീതത്തെയും രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്ന ഒരുപക്ഷെ പണ്ഡിറ്റ് രവിശങ്കറിനെ പോലെയുള്ള അപൂർവ പേർക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഗതി കൂടിയാണ്. തബലയുടെയും ഭാരതീയ സംഗീതത്തിന്റെയും ഭാരതീയ നാദ താള പാരമ്പര്യത്തിന്റെയും രാജ്യാന്തര അംബാസിഡർ കൂടിയായിരുന്നു സാക്കിർ ഹുസൈൻ. ആ പ്രതിഭയാണ് ഇന്നിപ്പോൾ നമ്മെ വിട്ട് പോയിരിക്കുന്നത്. രോഹിണി. ശരി പ്രദീപ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചതുപോലെ ഈ രാജ്യാന്തര തലത്തിൽ പോലും എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശസ്തി ഉയർത്തിയത്. കഴിഞ്ഞ ഗ്രാമി വേദിയിൽ പോലും 3 അവാർഡുകൾ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റ് ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് അദ്ദേഹം പുരസ്കാരം പങ്കിട്ടത്. അപ്പോൾ അത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹം എത്ര കണ്ട് സ്വീകാര്യനായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നതാണ് തീർച്ചയായിട്ടും.